ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുമ്പളങ്ങ മോരുകറിയാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു കുമ്പളങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുമ്പളങ്ങയുടെ തോലൊക്കെ ചെത്തി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞു വന്നപ്പോൾ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ മോരുകറിക്ക് എടുത്തിരിക്കുന്നത്. ഒരു മുറി നാളികേരം ചിരകിയത്, 2 കപ്പ് കട്ട തൈര് 250 ml മെഷർമെൻറ്റ് കപ്പിൽ അളന്നെടുത്തത്, പച്ചമുളക് ഒരു 5 എണ്ണം, ഇത് അധികം എരിവില്ലാത്തതാണ്. വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് 3 അല്ലി, വലുതാണെങ്കിൽ 2 അല്ലി മതി. 1/2 ടീസ്പൂൺ ഉലുവ, കുരുമുളക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ കുരുമുളക് പൊടി ആയാലും മതി. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, വെള്ളവും വെളിച്ചെണ്ണയും ആവശ്യത്തിന്. ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇടാം. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇടാം, അല്പം ഉപ്പ് ഇടാം. ഇനി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം. കുമ്പളങ്ങയിൽ ജലാംശം ഉള്ളതുകൊണ്ട് നമുക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് ഒരു വിസിൽ വരുന്നത് വരെ വെച്ചാൽ മതി, അല്ലെങ്കിൽ കുമ്പളങ്ങ കൂടുതൽ വെന്തു പോകും. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ആ സ്റ്റീം കുത്തിക്കളയാം, എന്നിട്ട് തുറക്കാം. കുമ്പളങ്ങ വെന്തു വരുമ്പോഴേക്കും നമ്മൾക്ക് അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ഇടാം, പച്ചമുളക് ഇടാം, ജീരകം ഇടാം, വെളുത്തുള്ളി, അല്പം കുരുമുളക്, 2-3 കറിവേപ്പില, നല്ലൊരു സ്മെല്ല് കിട്ടാനാണത്. അല്പം മഞ്ഞൾപ്പൊടിയും ഇടാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഇടാം. ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കരുത്, തൈരിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. അപ്പോഴാണ് അതിൻ്റെ സ്വാദ് വളരെയധികം ഉണ്ടാവുക. വിസിൽ വന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ സ്റ്റീം നമുക്ക് കളയാം. ഇപ്പോൾ സ്റ്റീം കംപ്ലീറ്റ് പോയി. ഇനി നമുക്ക് കുക്കർ തുറക്കാം. നമ്മുടെ കുമ്പളങ്ങ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മോരുകറി തയ്യാറാക്കാം. പാൻ വെച്ച് അതിലേക്ക് വെന്ത കുമ്പളങ്ങ ഇടാം. ഇനി ഇതിലേക്ക് അരച്ചെടുത്ത അരപ്പൊഴിക്കാം. ഇനി ഇതിലേക്ക് മിക്സിയിൽ ബാക്കിയുള്ള അല്പം അരപ്പുണ്ട്, അത് നമുക്ക് അല്പം വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം. അല്ലാതെ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മിക്സി ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, അല്പം ഉപ്പ് കൂടെ ഇടാം. ഇനി അരപ്പ് ഒരു 2 മിനിറ്റ് ഇതിൽ കിടന്ന് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കടുക് താളിച്ചിടാം. ഇനി ഒരു പാൻ വെച്ച് അത് ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഉലുവ ഇടാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ഇടാം. ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ ഞാൻ ഉണക്കമുളക് കാണിക്കാൻ മറന്നുപോയി.
കടുക് പൊട്ടി ഉണക്കമുളകും വേപ്പിലയും എല്ലാം നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം മുളക് പൊടി ഇട്ടാൽ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇത് ഇട്ട് കഴിയുമ്പോൾ മോരുകറിയുടെ ഭംഗി ഒരു പ്രത്യേക ഭംഗിയാണ്. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മുളക് പൊടി ഇടുന്നത്. നമ്മളുടെ കുമ്പളങ്ങ കറി ശരിക്കും തിളച്ച് വന്നിട്ടുണ്ട്, മോരുകറി. ഇനി അതിലേക്ക് നമുക്ക് താളിച്ചത് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ മോരുകറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ മോരുകറി തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.